പാമ്പായത്തോട് അറിവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണ്ടെന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ നിലപാട്. വർഷങ്ങളായി ഈ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീട്ടിലെത്തുന്ന അതിഥികൾ പോലും മടങ്ങിപ്പോവുകയാണെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. വിവാഹം വരെ മുടങ്ങുന്നുവെന്ന് പറയുകയാണ് നാട്ടുകാർ. ഈ പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ അസഹ്യമായ ദുർഗന്ധവും അതുപോലെ തന്നെ ഇരുതുള്ളി പുഴ മലിനീകരണവും. ഈ പുഴയുടെ തീരത്ത് നിന്ന് 50 മീറ്റർ മാത്രം അകലത്തിലാണ് ഈ പ്ലാന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഒരു വിവാഹാലോചന വന്നാൽ അന്വേഷിക്കാൻ വരുന്നവർ വരുന്ന സമയത്ത് ഈ അസഹ്യമായ ദുർഗന്ധം. അങ്ങനെ ഒരുപാട് വിവാഹാലോചന കല്യാണങ്ങൾ മാറിപ്പോയ അനുഭവം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. എല്ലാ വാതിലും മുട്ടിയതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സമരസമിതി ആ സമരത്തിലേക്ക് പോകാനുള്ള കാരണം ഇവർക്ക് അത്രയും അസഹ്യമായ ദുർഗന്ധം. ഇവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബോർഷൻ വരെ വന്നു പോയിട്ടുണ്ട്. കുട്ടികളൊക്കെ വിരുന്ന് വന്നാൽ അന്ന് രാത്രി തന്നെ പോകും. ഓട്ടോറിക്ഷയിൽ പോകും. വളരെ പ്രയാസമായി നാട്ടിൽ മുഴുവനും. പോക്കാനോ ഛർദിയും ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മക്കൾ കിടന്നുറങ്ങാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. സദാ സമയവും എന്നും രാവും പകലില്ലാണ്ട് ഈ മണം ഇങ്ങനെ അടിച്ച് കയറുക. വാതിൽ തുറക്കാൻ പറ്റില്ല, തുറക്കുമ്പോഴൊക്കെ ഛർദ്ദിക്കാൻ വരും. കുട്ടികൾക്കും അങ്ങനെ തന്നെ അലർജി പ്രശ്നമുണ്ട്. ചൊറിച്ചിൽ ഭയങ്കര ചൊറിച്ചിലാണ്. ഉമ്മാക്കും തീരെ പറ്റൂല, ശ്വാസം മുട്ടുള്ള ആളാണ്. എന്നിപ്പോൾ അധികം ആകുക ചെയ്യുന്നത്. ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ഇതാണ് നാട്ടുകാരുടെ പ്രതികരണം. വീടുകളിൽ അടക്കം ചെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി പ്രതികരണം തേടിയത്. സിനോജ് തോമസ് തത്സമയം ചേരുകയാണ്. സിനോജ്, നമുക്കറിയാമല്ലോ, ഒരു മാലിന്യം നിറച്ച ഒരു ലോറി നമുക്ക് സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുർഗന്ധം പോലും സഹിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നാട്ടിലുള്ള ഒരു പ്ലാന്റ്, അത് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ പറയുന്ന ഇത്രയും പ്രദേശത്ത് 70ഓളം പഞ്ചായത്തും 7 മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനും ഒക്കെ കീഴിലുള്ള ഒരേ ഒരു കോഴി അറിവ് മാലിന്യ പ്ലാന്റിൽ എത്തുന്ന മാലിന്യങ്ങൾ, അതിൽ നിന്നുണ്ടാവുന്ന ദുർഗന്ധം, അത് ആ പ്രദേശവാസികൾ മാത്രമായിരിക്കില്ല അതിന്റെ പ്രശ്നം അനുഭവിക്കുന്നത്. അപ്പോൾ ആ നാട്ടുകാർ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കും, കല്യാണം വരെ മുടങ്ങി പോകുന്നുണ്ട് ഒരു പ്ലാന്റ് കാരണം എന്ന് പറയുമ്പോൾ അത് ആ മനുഷ്യരുടെ വേദനയാണ്. അവരെത്രത്തോളം ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, എത്ര കാലമായി അവരിത് ഈ ഒരു പരാതി ആരുടെയൊക്കെ സമക്ഷം അറിയിച്ചിട്ടുണ്ട്, എന്താണ് അവരുടെ അവസ്ഥ? റോഷ്നി, അതായത് കൊടുവള്ളി നഗരസഭയിലെയും താമരശ്ശേരി, ഓമശ്ശേരി, കോടഞ്ചേരി പഞ്ചായത്തുകളിലെയും 4000-ഓളം വരുന്ന ജനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിലേറെയായി സമരം ചെയ്യുന്നുണ്ട്. കാരണം അവർ 2018 വരെ ശുദ്ധമായ ജലം അവർക്ക് കിട്ടിയിരുന്നു, ശുദ്ധമായ വായു അവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഈ പ്ലാന്റ് വന്നതിന് ശേഷം അവർക്ക് ഇത് രണ്ടും കിട്ടുന്നില്ല. ഞാനുള്ളത് കോടഞ്ചേരി പഞ്ചായത്തിലെ കരിമ്പാലക്കുന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഈ കോടഞ്ചേരി പഞ്ചായത്തിലെ ഈ ഗ്രാമമാണ് ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനത്തോട് ചേർന്നുള്ള ഈ ഗ്രാമം. അതായത് ഇരുതുള്ളി പുഴയുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ പുഴയെത്തും. ഈ പുഴ വഴി മലിനജലം ഒഴുക്കി വിട്ടതോടുകൂടി തന്നെ പല സ്ഥലത്തെയും കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെട്ടുവെന്നാണ് ഇവിടുത്തെ വീട്ടുകാർ പറയുന്നത്. അതായത് വിവിധ പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതി പോലും നിലകൊള്ളുന്നത് ഈ പുഴയിലാണ്. അതുപോലും മലിനപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് വീട്ടുകാർ പറയുന്നത്. അങ്ങനെ സഹികെട്ടുകൊണ്ടാണ് വീട്ടുകാർ സമരത്തിനിറങ്ങുന്നത്. വീട്ടമ്മമാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ചേർന്ന് നടത്തിയ സമരമാണ്. എനിക്കിപ്പം വീട്ടമ്മമാരുണ്ട്. ഇവരാണ് ഇപ്പോൾ വീട്ടിലൊക്കെ തന്നെ രുചികരമായി ഭക്ഷണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അവർക്ക് അത് വിളമ്പി കഴിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറയുന്നു. ഉമ്മ, പെരുന്നാളൊക്കെ തന്നെ നമ്മൾ അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാകും, പക്ഷെ അത് കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ? നല്ല വിഷമത്തിലാണ്. നല്ല മണവും ഒക്കെ ആയിട്ട് വന്നിട്ട് വിരുന്നുകാരൊന്നും വരില്ല. അവർക്ക് മണം കൊണ്ട് അവർ തിരിച്ചു പോകും. പിന്നെ മക്കൾക്കാണ് അലർജിയാണ്, ചൊറിച്ചിലും ചുമയും കൊരയും എല്ലാം കൂടി വന്നിട്ട് ഈ മണമാണ് കാരണം. പിന്നെ എല്ലാ വിഷമങ്ങളും, കല്യാണം വന്നാൽ കല്യാണം തെറ്റിപ്പോകും, സ്ഥലം വിൽക്കാൻ നോക്കിയാൽ ആരും വാങ്ങൂല, അങ്ങനത്തെ എല്ലാ വിഷമങ്ങളും ഉണ്ട്. 6 കൊല്ലം ഞങ്ങളുടെ അനുഭവിക്കുന്നു. അങ്ങനെക്കൊണ്ട് നിങ്ങൾ ഒരുപാട് പരാതികൾ പറഞ്ഞില്ലേ, ഒരുപാട് സമരം ചെയ്തില്ലേ? ഒരുപാട് സമരം ചെയ്ത് അവർ അതിനൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ പ്രതികാരമൊന്നും കിട്ടിയില്ല. ഇപ്പം എപ്പോഴും സമരം ചെയ്തുകൊണ്ട് ഇന്നലെയും സമരം ചെയ്യാൻ പോയിട്ടുണ്ട്. സമരമൊന്നും ഇപ്പോഴാണ് പ്രശ്നത്തിന് പരിഹാരമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ തന്നെയുണ്ട്. ഇന്ന് ഹർത്താൽ ആയതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോകാത്ത മക്കളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ പോലെയുള്ള എല്ലാവർക്കും അലർജി പ്രശ്നമാണ്. എൻ്റെ അമ്മക്ക് ശ്വാസം മുട്ടാണ്, പഠിക്കാനും പറ്റില്ല, പിന്നെ ഭക്ഷണം കഴിക്കാനും പറ്റില്ല. പഠിക്കാനിരിക്കുമ്പോഴൊക്കെ തന്നെ വലിയ ദുർഗന്ധം അല്ലേ? ഇതാണ് കുട്ടികളൊക്കെ തന്നെ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധമാണെന്ന് പറയുന്ന ഉമ്മ. എങ്ങനെയൊക്കെയുണ്ട്, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യം പറ്റാം ഒക്കെ തന്നെയാണ്. ഇത് വന്നാലങ്ങോട്ട് എന്നും ശ്വാസം മുട്ടും പനിയും. താമരശ്ശേരി പോയി ആവി പിടിക്കലും അങ്ങനെയൊക്കെയാണ്. മണവും ചൊറിച്ചിലും. ഞങ്ങൾക്ക് ഇത് വന്നേ പിന്നെ ഒരു സുഖം, ഒരു സമാധാനം ഉണ്ടായില്ല. ഞങ്ങളുടെ നാട്ടിലും ഇല്ല, ഞങ്ങൾക്ക് ആൾക്കാർക്കും ഇല്ല, ഒന്നുമില്ല. ഈ വീടിനകത്തിരുന്നാലും പുറത്തിരുന്നാലും ഭയങ്കര നാറ്റം അല്ലേ? വീടിനകത്തിരുന്നാലും ഞങ്ങൾ
എൻ്റെ വീട്ടിൽ മോളും മാപ്പിളയൊക്കെ വന്നാൽ പുറത്തിറങ്ങൂല. ഒരു റൂമിൽ അടിച്ചിരിക്കും, ഞങ്ങൾ വേറെ റൂമിൽ അടിച്ചിരിക്കും. ഒരു ഒരു ബന്ധമില്ലാത്തൊരവസ്ഥ. ജനലും വാതിലൊന്നും തുറക്കാൻ പറ്റാണ്ട് ഒക്കെ അടച്ചിരിക്കണം. മോള് പറയും, ഒരു വയസ്സായ മോള് ഇപ്പോൾ 1 വയസ്സ് മുതൽ പറയലോ എനിക്ക് ഫ്രഷ് കട്ട് മണക്കുന്നു പറയുമ്പോൾ റൂമിൽ പോയി ഫാനും ഇട്ട് ജനലൊന്നും തുറക്കാണ്ട് അടിച്ചിടലാണ്. അത്രയും പുറത്തിറക്കാണ്ട് നിൽക്കല. ഇത് ശ്വസിച്ചിട്ട് ഓലാണ് അങ്ങോട്ട് നിൽക്കാൻ വരണ്ടെന്നും പറയും. ഇതിങ്ങനെ ശ്വസിച്ചിട്ട് അസുഖം വരും. ഞാനൊക്കെ ഇത് ശ്വാസമുട്ടിന് അടിമയാണ്. ഇത് ശ്വസിച്ചിങ്ങായിട്ട് ഇത് മണം വരുമ്പോഴേക്ക് ശ്വാസത്തിന് തകരാറ് വരും. അപ്പം ഞാൻ ഗുളിക എടുത്ത് കുടിക്കും. കുറേ കാണിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവിടെ കോഴിക്കോട് ഡോക്ടറെ കാണിച്ചാലാണ് ഇപ്പം മരുന്ന് നിർത്തിയത്. പക്ഷേ ഈ മണം അധികം വരുമ്പം ശ്വാസത്തിൻ്റെ തകരാറ് വരുന്നുണ്ട്. പിന്നെ ഇതുവരെ ആയിട്ട് ഞങ്ങൾ ഒരു ഇതിനും ഞങ്ങൾ നിന്നിട്ടില്ല, ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങളെ രീതിയിൽ സമരം ചെയ്യും. പക്ഷെ അവർ പോലീസുകാർ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇന്നലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ കണ്ണീർവാതകറിന് എല്ലാവരും ആകെ ഇടങ്ങാറായി. ഞങ്ങൾക്കൊക്കെ കണ്ണ് കാണാണ്ട് ശ്വാസം കിട്ടാണ്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുള്ളവരായിട്ട് ഞങ്ങൾക്ക് ആകെ ഇടങ്ങാറായിട്ടുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിലുള്ളവർ നിൽക്കുമ്പോൾ നമുക്ക് ഇട്ട് പോരാൻ പറ്റൂലല്ലോ. നമ്മളെ മക്കളല്ലേ, അവരൊട്ടെങ്കിൽ ഞങ്ങൾക്ക് പോരാൻ പറ്റൂലല്ലോ. നമ്മളെ ജീവനല്ലേ അപ്പം നോക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത്. ഞങ്ങൾ സഹിക്കുന്ന കുറേ ആയി. ഇനിയിപ്പോൾ ഇനിയും പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും ഇതേപോലെ സമരം തുടരും. അതന്നെ ഞങ്ങൾ തീരുമാനം. വീട്ടിലൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഇത് പറഞ്ഞല്ല എല്ലാവരും അവസ്ഥ. ഞങ്ങൾക്ക് ആരും വീട്ടിൽ വിരുന്നുകാർ വരില്ല, ബന്ധക്കാർ അങ്ങനത്തെ ഒന്നും ഞങ്ങളെ നാട്ടിലേക്ക് ആരും ഇല്ല. പക്ഷെ വന്ന ആർക്കും ഒരു സ്വസ്ഥതായിട്ട് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റൂല. അതുകൊണ്ട് ആരുമായിട്ടുള്ള അധികം ബന്ധങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക്. നല്ല പ്രായമുള്ള ഒരു ഉമ്മയാണ്. ഉമ്മ കുറേ കാലം ഇവിടെ ജീവിച്ചതാണല്ലോ. ഈ കുറച്ച് വർഷമായിട്ട് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു മണം ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് ഭയങ്കര ഗ്യാസ് അപ്പോഴും. ഗ്യാസ് കൊണ്ട് എനിക്ക് ഒന്നും ആവില്ല. ഞാൻ ഭക്ഷണവും കഴിക്കലില്ല. രണ്ടിൽ എൻ്റെ പോലെ ഞാൻ ഒന്നും തിന്നാനൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ വിഷമത്തിലാണ് ഇപ്പം ഞാൻ. എത്ര കാലമായി ഒരു ഇത് ഇവിടെ വെച്ചാണ് ഞങ്ങളിങ്ങനെ ആക്കിക്കുന്നത്. ഞങ്ങളെ ഇനി മരിക്കാനേ ഞങ്ങൾക്കുണ്ടു. അത്രയ്ക്ക് ഞങ്ങൾ അടങ്ങാറായിരിക്കുന്നു. ജീവിക്കാനൊരു പോകുമ്പോൾ ഇട്ട് പോകാനും പറ്റൂല. ഈ ഉമ്മയുടെ കണ്ണുനീര് എല്ലാവരും ഒന്ന് കാണും. കാരണം ഇത് ഇവരുടെ ഒരു ദയനീയ വാക്കുകൾ വേണ്ട. അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അത് നമുക്ക് മനസ്സിലാവുകയാണ്. ആ സ്ത്രീകളുടെ വാക്കുകൾ ശക്തമാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരുമെന്നാണ് അതിൽ ഒരു സ്ത്രീ പറഞ്ഞത്. ഇത് വീട്ടിലുള്ള മനുഷ്യരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഒരു നാട്ടിലേക്ക് ഒരു കല്യാണാലോചന വരാത്തത്, അതിഥികൾ വരാത്തത്, പരസ്പരം വീടുകൾ തന്നെ അടച്ചുപൂട്ടിയിട്ട് അയൽബന്ധം പോലും ഇല്ലാതാവുന്നത്, വയോധികരടക്കം ശ്വാസമുട്ടലും മറ്റും നേരിടുന്നത്, ചെറിയ കുട്ടികളടക്കം 1 വയസ്സ് മുതൽ കുട്ടി പറഞ്ഞു തുടങ്ങുന്നു ഇതിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന്. അങ്ങനെ എത്ര തരം പ്രശ്നങ്ങളാണ്. ജലസ്രോതസ് മലിനപ്പെടുന്നത്. ആ ജലസ്രോതസ് മലിനപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ പ്രദേശവാസികളെ സംബന്ധിച്ച് മാത്രമല്ല പ്രശ്നം, ആ മലിനം ഒഴുകിയെത്തുന്ന ഇടത്തെല്ലാം നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് എത്രത്തോളം ഗൗരവതരമാണ് ഈ വിഷയം എന്നുള്ളത് ബോധ്യപ്പെടുന്നത് കൂടിയാണ്. ചില കമന്റുകളിലേക്കൊന്ന് പോയാൽ ശാരി സുരേഷ് പറയുന്നു ആ നാട്ടുകാരുടെ അവസ്ഥ അത് കണ്ണീരണിയിക്കുന്നതാണെന്ന് പറയുന്നു. ജയചന്ദ്രൻ പറയുന്നുണ്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചതാണെങ്കിൽ പിന്നെ എങ്ങനെ ദുർഗന്ധം ഉയരുന്നു എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരം വേണമെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളടക്കം ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്, അവരുടെ അഭിപ്രായം എന്താണ് നമുക്കൊന്ന് നോക്കാം. താമരശ്ശേരി